ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. നമ്മൾ ഇന്ന് ഒരു ക്രിസ്മസ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, ഫിഷ് മോളി. അതിന് മുമ്പായിട്ട് പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തരണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ. ബെലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന കറിയിലേക്ക് കിടക്കാം. ഞാനിവിടെ കിങ്ഫിഷാണ് വാങ്ങിയിരിക്കുന്നത്. 1/2 കിലോളം കിങ്ഫിഷ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ക്യൂബായിട്ടാണ് കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത്. നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ദശ കട്ടിയുള്ള മീനാണ് നമ്മൾ വാങ്ങേണ്ടത്. 1.5 വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 8 പച്ചമുളക്, തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലുമാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. 2-ാം പാൽ വലിയ പാത്രത്തിലും 1-ാം പാൽ ചെറിയ പാത്രത്തിലും. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങൾ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ. ആദ്യം തന്നെ നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് മീനിലേക്ക് കുരുമുളക് പൊടി ആദ്യം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി നമ്മൾ ചേർത്തിരിക്കുന്നത് 3/4 ടീസ്പൂൺ അളവിലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അളവിൽ, പാകത്തിന് ഉപ്പ്, ചെറുനാരങ്ങ നീര്, നേരത്തെ നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചെറുനാരങ്ങ നീര്, അതിൻ്റെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർക്കാം. ഇതൊരു 30 മിനിറ്റ്സ്, അരമണിക്കൂർ നമുക്ക് മാറ്റി വെക്കേണ്ടതുണ്ട്. ശരിക്കും ഇത് മാരിനേറ്റ് ചെയ്ത് ഇതിലേക്ക് പിടിക്കട്ടെ. അതിനുശേഷമാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് എടുക്കാം. ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തവ വയ്ക്കുക. തവയിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം കേട്ടോ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മളിവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ എടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അധികം ചൂടായിട്ടുണ്ട് എണ്ണ, അപ്പോൾ അതുകൊണ്ട് തീ ഒന്ന് കുറച്ച് കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മൾ മീനിൻ്റെ ഓരോ കഷ്ണങ്ങൾ പിറക്കിയിട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ചു വിട്ട് ഇത് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടൊന്നും നമ്മളിത് വറുത്തെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഷാലോ ഫ്രൈ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇതിൻ്റെ പകുതി വേവ് നമുക്കിനി കറിയിൽ താളിപ്പ് ചേർക്കുമ്പോൾ ആ താളിപ്പോട് കൂടി തന്നെ കിടന്നിട്ട് തേങ്ങാപ്പാലിൽ വെന്ത് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം മീൻ ഷാലോ ഫ്രൈ ചെയ്ത് മാത്രം എടുത്താൽ മതി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് പകർത്താം. മീനെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്തു. ഇനി നമ്മൾ ചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരട്ടെ. നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്യാൻ എടുത്ത എണ്ണ ഉണ്ടായല്ലോ, അതും കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൽ കുറച്ച് മസാലയുടെ അംശമൊക്കെ ചേർന്ന് പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചെറുതായി അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം മതി കേട്ടോ. വെളുത്തുള്ളി ഒരു 2 അല്ലി വലുതാണെങ്കിൽ, ചെറുതാണെങ്കിൽ ഒരു 4 അല്ലി എടുക്കുക. ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ പകുതി വലിപ്പത്തിൽ നമുക്ക് എടുത്താൽ മതി. അതിനുശേഷം ഒരു പട്ട ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചെറിയൊരു കഷ്ണം പട്ട ഇതും കൂടി ചേർത്ത് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കാം. കരിവേപ്പില ഒരു തണ്ടിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മളിവിടെ സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ശരിക്കും വഴങ്ങി പേസ്റ്റ് പോലെ ആയി പോവരുത്. ജസ്റ്റ് ഒന്ന് പച്ചമണം മാറുന്നത് വരെ വഴങ്ങി കിട്ടിയാൽ മതി. സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചേർന്ന് അത്യാവശ്യം നല്ലപോലെ വഴങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ അളവിലിട്ട് കൊടുക്കാം. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ അളവിലിട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. നല്ലോണം 1 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിന് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട്
കുരുമുളക് പൊടിയും പച്ചമുളകും മാത്രമാണ് ഇതിന് എരിവിന് വേണ്ടി നമ്മൾ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കുരുമുളകിൻ്റെ അളവ് കൂട്ടി ചേർക്കുന്നത്. നല്ലപോലെ മസാലക്കുത്ത് മണം മാറി കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു തക്കാളി സ്ലൈസായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് പഴുപ്പ് കുറഞ്ഞതാണെങ്കിൽ കുറച്ചുകൂടെ ബെസ്റ്റാണ്. ഒരു പുളിപ്പ് നമുക്കതിൽ നിന്ന് കിട്ടുമല്ലോ. നന്നായി പഴുത്ത തക്കാളിയേക്കാൾ കുറച്ചുകൂടെ നല്ലത് ചെറിയ പച്ചപ്പുള്ള തക്കാളി തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് നന്നായി മൂത്ത് മണം വരുമ്പോഴേക്കും നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുക്കാം. രണ്ടാം പാലും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് നുര വരുമ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് തീ കത്തിച്ച് കൊടുക്കാം. അതിനുശേഷം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ ഈ ഒരു തേങ്ങാപ്പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ നീരുണ്ടല്ലോ, അതിൻ്റെ പകുതിയാണ് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. ബാക്കി പകുതി ആ ചെറുനാരങ്ങ നീര് ഇപ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം. ഒന്ന് നുര വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിവിടെ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനുണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ആഗോലി, പിന്നെ നെയ്മീൻ, കരിമീൻ ഒക്കെ പറ്റും കേട്ടോ ഫിഷ് മോളി ഉണ്ടാക്കുന്നതിലേക്ക്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്ക് തിളപ്പിക്കാം. ചെറുതായ നുര വരുന്നുണ്ട്. അതിനുശേഷം മാത്രം നമ്മൾ 1-ാം പാല് ചേർക്കുള്ളൂ. ആദ്യമാണ് 2-ാം പാല് ചേർത്തത്. ഇനിയിപ്പോൾ 1-ാം പാല് ചേർക്കാൻ പോവുകയാണ്. 1-ാം പാല് അറിയാലോ, കുറച്ച് കട്ടിയുള്ള പാലായിരിക്കും. വെള്ളം അധികം ചേർക്കാതെയാണ് നമ്മൾ 1-ാം പാല് പിഴിഞ്ഞെടുക്കുന്നത്. അത് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി അധികം തിളപ്പിക്കണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി നുര വന്നാൽ മതി. എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കാം. മീനൊരു വേവ് കിട്ടേണ്ടതുണ്ടല്ലോ. പകുതിയിൽ കൂടുതൽ അളവിലാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തത്. ബാക്കിയുള്ള വേവ് ഈ ഒരു തേങ്ങാപ്പാലിൽ കിടന്നിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. എന്നാലോ തേങ്ങാപ്പാൽ തിളച്ച് തൂവി പോവാനും പാടില്ല. ഒരു നുര വന്ന് തുടങ്ങണം കണ്ടോ. കാരണം ഈ ചട്ടിയിൽ വെക്കുമ്പോൾ ചട്ടിയുടെ ചൂടും കൂടി ഉണ്ടാകും. അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫ് ചെയ്താലും പിന്നെയും ചെറിയ നുര വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ പാകം അളവ് നോക്കിയിട്ട് നുര വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തേക്കാം. ഒരു തണ്ട് കരിവേപ്പില ഇട്ട് കൊടുത്തു. 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് ചേർക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്, ഫിഷ് മോളി. അതിൻ്റെ തക്കാളിയൊക്കെ നല്ല പോലെ അത് വെന്ത് അതിൻ്റെ പാകത്തിന് നിൽക്കുന്നുണ്ട് കണ്ടോ. അതിൻ്റെ മീൻ കഷ്ണമൊക്കെ ഉടഞ്ഞു പോവാതെ നല്ല പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പത്തിനും ഇടിയപ്പത്തിനും ബ്രെഡിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്, ഫിഷ് മോളി. ഇവിടെ കിങ്ഫിഷാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും, അധികം എരിവില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വിഭവം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ക്രിസ്മസിന് ഫിഷ് മോളിയൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിന് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.